ഹലോ, ഇന്നൊരു നോ മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു മെബലൈൻ്റെ 4-in-1 ഗ്ലോ പെർഫെക്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രൈമർ, കൺസീലർ, ഹൈലൈറ്റർ, BB ക്രീം ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു നാച്ചുറൽ ഗ്ലോവി ലുക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഫുൾ കവറേജ് കിട്ടില്ല, ഒരു ലൈറ്റ് കവറേജ് കിട്ടുള്ളൂ. ഒരുപാട് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷെ ഒരു സൈറ്റിൽ മാത്രം കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഇനി ഒന്ന് കോമ്പാക്ട് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫേസസ് കാനഡയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഗ്ലോയി ലുക്ക് ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഒന്ന് കോമ്പാക്ട് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഐബ്രോ പൗഡർ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, വേറെയും ഒരുപാട് ഐബ്രോ പൗഡേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതൊരു അഫോർഡബിൾ പ്രൈസിലുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഷീഗ്ലാമിന്റെ ഈ ഒരു ഐബ്രോ ജെല്ലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ബ്രാൻഡിന്റെയും അവൈലബിൾ ആയിട്ടുള്ള ഐബ്രോ ജെല്ലിന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഞാൻ അനസ്തേഷ്യയുടെ ഈ ഒരു പാലറ്റ് ആണ് എടുക്കുന്നത്. അതല്ലാതെ ബിഗിനേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള പാലറ്റ് മാർസിന്റെ ഒക്കെ നല്ലതാണ്. ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. ഇതിൽ ഞാൻ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു നോ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ലോവർ ലാഷ് ലൈനിലൂടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, സെയിം ഷെയ്ഡ്. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ട് ഐ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഐ ഷാഡോയുടെ പൗഡറൊക്കെ നമ്മുടെ ഐയുടെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൈകൊണ്ട് തുടയ്ക്കരുത്, ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതിയേ. അടുത്തത് ഞാൻ ഷീഗ്ലാമിന്റെ ഈ ഒരു ഹൈലൈറ്റ് പെൻ വെച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ മേക്കപ്പ് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് വാട്ടർ ലൈൻ മാത്രം ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഭയങ്കര സ്മോൾ ഐസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഒരു വൈറ്റ് ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡൊക്കെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഐസ് കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കും, ഒരു വലുപ്പമൊക്കെ തോന്നിക്കും. അടുത്ത ഞാൻ ഷീഗ്ലാമിന്റെ തന്നെ ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഐ മേക്കപ്പിൽ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് വാട്ടർ ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് മസ്കാര അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കണ്ണിന് നല്ല എടുപ്പ് തോന്നിക്കും കേട്ടോ. അടുത്തത് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ പിക്സിയുടെ ഈ ഒരു ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു നാച്ചുറൽ ലുക്കിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ബ്ലഷ് അടിപൊളിയാണ് കേട്ടോ. ഓവറായിട്ട് നമ്മൾ ബ്ലഷ് ഇട്ട ആ ഒരു ഫീലും തോന്നില്ല, ഭയങ്കര ഗ്ലോവി ആൻഡ് നാച്ചുറൽ ലുക്കായിട്ട് ഫീൽ ചെയ്യും. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിന്റെ വേറെയും 2-3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എന്നിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണേ. അടുത്തത് ഞാൻ ആലഫ് ബ്യൂട്ടിയുടെ ഈ ഒരു റേഡിയൻസ് ബാം ആണ് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂസിലൻഡ് ബേസ്ഡ് ഉള്ള ഒരു ബ്രാൻഡ് ആണ് കേട്ടോ. ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഷുഗറിന്റെ ഒക്കെ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഹൈലൈറ്റർ ആണ്. ഐബ്രോസിന്റെ ഈ താഴെയായിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഫൈനലി ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നില്ല, നൈക്കയുടെ ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതല്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. പ്രൊഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.